ഹലോ, ഇന്ന് രണ്ട് കത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് പഴയ കത്തിയാണ് കേട്ടോ. അപ്പൊ ഇന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു കത്തികൾ മൂർച്ച കൂട്ടാനായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു 3 ടിപ്പ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ വീട്ടിലുള്ള പഴയ കത്തികളൊന്നും ഇനി കളയണ്ട, നമുക്ക് ഇതുപോലെ മൂർച്ച കൂട്ടിയെടുക്കാം. മൂർച്ച വെക്കുന്നതിന് മുന്നേ കത്തിക്ക് മൂർച്ച ഉണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു തുണിയുടെ പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കത്തി വെച്ചിട്ട് ഒന്ന് മുറിച്ച് നോക്കാൻ പോട്ടെ. നിങ്ങൾക്ക് അറിയാം, സാധാരണ നമ്മൾ ഈ തുണി മുറിയാനായിട്ട് നല്ല രീതിയിൽ കത്തിക്ക് മൂർച്ച വേണോ, അല്ലെങ്കിൽ മാത്രമേ തുണികൾ പോലത്തെ സാധനങ്ങൾ നമുക്ക് മുറിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത് എന്തോരം മുറിച്ചിട്ടും നമ്മുടെ തുണി അങ്ങനെ മുറിഞ്ഞു വന്നിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ടിപ്സുകൾ വെച്ചിട്ട് കത്തിക്ക് മൂർച്ച കൂട്ടിയതിനു ശേഷം ഈ തുണി ഒന്ന് മുറിച്ചു നോക്കാം. ആദ്യത്തെ ടിപ്പ് ചെയ്ത് നോക്കാനായിട്ട് നമ്മളിവിടെ ഒരു സെറാമിക്കിന്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇച്ചിരി ബട്ടർ ആണ് കേട്ടോ. ബട്ടർ ആണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് അറിയാം, പക്ഷെ ഇതിന് അത്രയും ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഒരു പിഞ്ച് ബട്ടർ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മതി. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ബട്ടർ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മള് ഈ പഴയ കത്തിയിൽ ഈ ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാൻ പോവാട്ടോ. പഴയ കത്തി ആയതുകൊണ്ട് കാണാൻ വലിയ ലുക്ക് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഈ പഴയ കത്തി ഉണ്ടായാലേ നമുക്ക് ഈ കത്തിക്ക് എത്ര മൂർച്ച ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. എത്ര മൂർച്ച വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ പഴയ കത്തി എടുത്തത്, മൂർച്ച പോയത്. നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബട്ടർ എടുത്തിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ കത്തിയുടെ രണ്ട് ഭാഗത്തും ബട്ടർ ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് ബട്ടർ മാത്രം മതി, ഒരു പിഞ്ച് ബട്ടർ എടുത്തിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇപ്പൊ കത്തിയുടെ രണ്ട് ഭാഗവും നമ്മൾ ഇതുപോലെ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഗ്ലാസിന്റെ മേലെ കമഴ്ത്തി വെച്ചിട്ട് താഴെ ഭാഗത്ത് ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ പുറത്ത് ചിലപ്പോ പൈസയൊക്കെ കൊടുത്തായിരിക്കും കത്തിക്ക് മൂർച്ച വെക്കുന്നുണ്ടാവുക. അപ്പൊ അതൊന്നും വേണ്ട. ഇനി മുതൽ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ കത്തിക്ക് മൂർച്ച വെക്കാനായിട്ട് സാധിക്കും. നല്ലപോലെ രണ്ട് സൈഡും ഇതുപോലെ ആക്കി കൊടുക്കുക. ബട്ടർ തേച്ച് ഇതുപോലെ കത്തി മൂർച്ച കൂട്ടുന്നത് നിങ്ങൾ ആദ്യമായിട്ട് കാണാതിരിക്കും അല്ലെ, പക്ഷെ ഉറപ്പായിട്ടും ഇതൊരു വർക്ക് ആവുന്ന ഐഡിയ തന്നെയാട്ടോ. നിങ്ങളുടെ വീട്ടില് ഒരല്പം ബട്ടർ ഇതുപോലെ എടുക്കാനുണ്ടെങ്കിൽ കത്തിക്ക് ഇതുപോലെ മൂർച്ച കൂട്ടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല, നല്ല രീതിയിൽ നല്ല അരം വെച്ചിട്ടുണ്ട് കത്തിക്ക്. ഇപ്പൊ മുറിച്ചു നോക്കുമ്പോൾ നമുക്ക് തുണി മുറിയോന്ന് നോക്കിയാലോ. വെറുതെ ഒന്ന് കൈ വെച്ച് കൊടുത്തപ്പോൾ തന്നെ നല്ല രീതിയിൽ കത്തിക്ക് നല്ലപോലെ മൂർച്ചയായിട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ തുണി മുറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത തവണ കത്തിക്ക് മൂർച്ചയൊക്കെ പോകുമ്പോ ഇതുപോലെ ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിൽ ബട്ടർ ഇല്ലെങ്കിലുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. ബട്ടർ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സെറാമിക്കിന്റെ കപ്പ് എടുക്കാനുണ്ടാവുമല്ലോ. ഉപ്പുണ്ടല്ലോ, ഉപ്പില്ലാത്ത വീട് ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ബട്ടർ ഇല്ലെങ്കിലത്തുള്ള ഐഡിയ ആണ് കേട്ടോ പറഞ്ഞത്. ഇതുപോലെ കുറച്ച് പൊടിയുപ്പ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ സെറാമിക്കിന്റെ ഗ്ലാസിന്റെ മേലെ ഇതുപോലെ വിതറി കൊടുക്കാട്ടോ. വിതറി കൊടുത്തതിന് ശേഷം നമ്മുടെ മൂർച്ചയില്ലാത്ത കത്തി എടുത്തിട്ട് നമ്മൾ ആ സെറാമിക്കിന്റെ കപ്പിന്റെ മേലെ ആ ഉപ്പിട്ട ഭാഗത്തു കൂടി നല്ലപോലെ ഇതുപോലെ ഉരച്ചു കൊടുക്കാട്ടോ. ബട്ടർ ഇല്ലെങ്കിൽ അപ്പൊ ആരും വിഷമിക്കണ്ട. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഉപ്പ് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ കത്തിക്ക് മൂർച്ച കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് ആകെ ആവശ്യമുള്ള സംഭവം നമ്മൾ ഈ സെറാമിക്കിന്റെ കപ്പ് മാത്രമാണ്. ഒരു 5 മിനിറ്റ് ഞാൻ ഇതുപോലെ കത്തി ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡും ഇങ്ങനെ നമ്മൾ ആക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ കത്തിക്ക് മൂർച്ച ഒന്ന് നോക്കിയാലോ. കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാണ്ടോന്ന് അറിയില്ല, അതെ നല്ലപോലെ അരം വെച്ചിട്ടുണ്ടോ കത്തിക്ക് നമ്മുടെ തുമ്പില്. ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണത് ഒരു ചിക്കന്റെ പീസിലാണ് കേട്ടോ. ചിക്കൻ പീസ് മുറിയാൻ, മാംസം മുറിയാൻ നല്ല മുറിച്ചുണ്ടെങ്കിലും പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ ഇത് രണ്ടാമത് ഉപ്പിട്ട് തേച്ച കത്തിയിൽ ഇതുപോലെ മൂർച്ച വന്നോ നോക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചിക്കന്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ മൂർച്ച കണ്ട എത്ര സിമ്പിൾ ആയിട്ടാ മുറിഞ്ഞു തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കണ്ട അവസരം തൊടുമ്പോ തന്നെ നല്ല പോലെ മുറിഞ്ഞാണ് കേട്ടോ. അപ്പൊ ഉപ്പ് എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു സംഭവമാണ്. അപ്പൊ കത്തിക്ക് മൂർച്ച വെക്കാനായിട്ട് ഇനി പൈസ ഒന്നും കൊടുത്ത് കാശ് കളയണ്ട. ഇതുപോലെ ഒരു സെറാമിക് കപ്പ് എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇത് കണ്ടില്ലേ, തൊടുമ്പോ തന്നെ പെട്ടെന്ന് തന്നെ മുറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതുപോലൊരു മൺചട്ടി നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണും. അപ്പൊ മൂന്നാമത്തെ നമ്മുടെ കത്തി മൂർച്ച വെക്കുന്ന ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു മൺചട്ടി എടുക്കുക. എന്നിട്ട് നമ്മുടെ മൂർച്ച കുറവുള്ള കത്തി എടുത്തിട്ട് മൺചട്ടിയുടെ സൈഡിൽ ഇതുപോലെ ഉരച്ചു കൊടുക്കാം കേട്ടോ. നല്ലപോലെ കത്തിയുടെ രണ്ട് സൈഡും ഇതുപോലെ ആക്കി കൊടുക്കാം.
ഇനി മൂർച്ചയില്ലാത്ത കത്തി വെച്ച് ഒരു വീട്ടമ്മമാരെ ബുദ്ധിമുട്ടരുത്. അതിന് വേണ്ടിയിട്ട് 3 യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പോ ഒന്നില്ലെങ്കിൽ മറ്റൊരു ഐഡിയ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആവും. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കാം. പിന്നെ ഇതുപോലത്തെ ടിപ്പുകൾക്ക് വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഈ ടിപ്പ് ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമന്റുകൾ പറയാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ കത്തി നല്ല പോലെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കത്തി നോക്കിക്കേ, തുമ്പ് ഭാഗത്ത് നല്ല പോലെ മൂർച്ച വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നിസ്സാരമായിട്ടൊരു മൺചട്ടി വെച്ചിട്ടാണ് നമ്മളിത് നല്ല പോലെ കത്തി മൂർച്ചയാക്കി എടുക്കുന്നത് കേട്ടാ. എടുത്തിട്ടുണ്ട്, നമ്മുടെ മൂർച്ച കൂട്ടിയ കത്തി വെച്ചിട്ട് ഒറ്റ വരാതെ എന്ത് സിമ്പിൾ ആയിട്ടാ അതെ നല്ല പോലെ മുറിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോ ഇനി മൂർച്ചയില്ലാത്ത കത്തി വെച്ച് ആരും ബുദ്ധിമുട്ടാ നിക്കണ്ട. സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ 3 കിടിലൻ ടിപ്പുകൾ ഉണ്ട്. അപ്പൊ വേറെ ഒരുപാട് ടിപ്പുകൾ എന്റെ ചാനലിൽ ഉണ്ട് കേട്ടോ. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ടിപ്പ്, നമ്മൾ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ മൺചട്ടിയുടെ ഒക്കെ അവസ്ഥ ഇതാണല്ലേ. ഇങ്ങനെ പൂപ്പലൊക്കെ പിടിച്ചിരിക്കും. നമുക്ക് പിന്നെ അതിനകത്ത് ഉപയോഗിക്കാൻ തന്നെ പേടിയാവുമല്ലേ. ഇതുപോലെ പൂപ്പലൊക്കെ പിടിച്ചിരിക്കുന്ന കണ്ടാല് പിന്നെ അതിനകത്ത് കറി വെക്കാൻ തന്നെ മനസ്സുണ്ടാവില്ല. അപ്പൊ നമ്മുടെ ചട്ടികളൊക്കെ ഇതുപോലെ ഇനി പോത്ത് പോവാതിരിക്കാനായിട്ട്, ഇങ്ങനെ പൂപ്പല് വരാതിരിക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ്. പ്രത്യേകിച്ച് ഈ പൂപ്പലൊക്കെ പിടിച്ച ചട്ടിയിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനും പലതരത്തിലുള്ള ദോഷങ്ങൾ ചെയ്യും. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് ഉപയോഗം കഴിഞ്ഞ അപ്പൊ തന്നെ ചട്ടി നല്ല പോലെ കഴുകി തുടച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മളൊരു സീക്രട്ട് റെസിപ്പി ആഡ് ചെയ്ത് നോക്കാൻ പോവാണ്. മറ്റൊന്നുമല്ല, അത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. ഒരു 2 തുള്ളി വെളിച്ചെണ്ണ ഇതുപോലെ നമ്മുടെ കയ്യിൽ ഇറ്റിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ആവത്തക്ക രീതിയിൽ ചട്ടിയിൽ നല്ല പോലെ ആക്കി കൊടുക്കാട്ടോ. പൂപ്പല് പിടിച്ച ചട്ടിയിൽ നമ്മൾ ആഹാരം പാകം ചെയ്യാനേ പാടില്ല. അപ്പൊ അത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും മുതിർന്നവർക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും, ആരോഗ്യത്തിനും ശരീരത്തിനും ഒക്കെ. അപ്പൊ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗം കഴിഞ്ഞ അപ്പൊ തന്നെ ചട്ടി നല്ല പോലെ വാഷ് ചെയ്തിട്ട് നമ്മൾ തുടച്ചെടുത്തിട്ട് ഇതുപോലെ വെളിച്ചെണ്ണ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ ഇതുപോലെ ആക്കി കൊടുക്കാട്ടോ. ഉള്ളിലും ആക്കി കൊടുക്കാം, വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ പുറത്തും ആക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അതിനെ ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണം. എപ്പോഴും യൂസ് ചെയ്യാത്ത ചട്ടിയുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇതുപോലെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വെക്കേണ്ട ആവശ്യം വരില്ല. ഇതുപോലെ വെളിച്ചെണ്ണ മാത്രം തേച്ചു കൊടുത്താൽ മതിയാവും. പക്ഷെ നമ്മൾ വല്ലപ്പോഴും എടുക്കുന്ന ചട്ടികൾ, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇതുപോലെ ചട്ടി വെച്ചിട്ട് നല്ല പോലെ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ കൂടി വേണം. ന്യൂസ് പേപ്പർ കവർ ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വരെ നമ്മുടെ മൺചട്ടി ഒരു പൂപ്പലും കൂടാതെ വീട്ടിൽ തന്നെ ഇരിക്കും കേട്ടോ. വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.